ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറച്ച് നല്ല കക്ക കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഈ കക്കയെ കാണുന്നതിൻ്റെ ക്യൂരിയോസിറ്റിയിലാട്ടോ ഇങ്ങനെ ഓടി നടക്കുന്ന ഇവിടെ ഒരാൾ. അങ്ങനെ നമ്മൾ നേരെ അത് ആവി കയറ്റാനായിട്ട് വെച്ച് ഇവിടുന്ന് ആറ്റിന്ന് പിടിച്ച കേട്ടോ ചേട്ടനും അച്ഛനും ഹസ്ബൻഡിൻ്റെ ചേട്ടനും കൂടെ പിടിച്ച കേട്ടോ. അങ്ങനെ നേരെ നമ്മളൊന്ന് ആവി കയറ്റിയെടുത്ത് നന്നായിട്ട് ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് അതൊരു ബക്കറ്റിലാക്കിയിട്ട് പിന്നെ നേരെ അതിലൊരു ചാക്കിലൊക്കെ ആയിട്ട് ഈ വണ്ടി കൊണ്ടുള്ള ഉപകാരങ്ങളൊക്കെ കണ്ടില്ലേ, നമുക്ക് വെട്ടം വരയ്ക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് മറ്റൊരു ടോർച്ചിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ നേരെ അതിനകത്തുനിന്ന് കട്ടൊക്കെ കുത്തിക്കളഞ്ഞ് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അച്ഛനും ചേട്ടനോട് അത് കാര്യമായിട്ട് വൃത്തിയാക്കുന്നത്. അപ്പോഴത്തേക്കും ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചു. വെളിച്ചെണ്ണയ്ക്കകത്തേക്കും നമ്മുടെ തേങ്ങാക്കൊത്തി ഇട്ടിട്ട് നന്നായിട്ടൊരു ബ്രൗണിഷ് കളറാകുമ്പോൾ ചുമന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ നന്നായിട്ട് അരിഞ്ഞ് സെറ്റാക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മസാല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാ പൊടികളും കുരുമുളകൊക്കെ ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനകത്ത് ആ പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കറി പോലെയും ഈ പീരയൊക്കെ കഴിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ വീട്ടിലെപ്പോൾ വാങ്ങിച്ചാൽ ഈ ഫ്രൈ ആക്കി എടുക്കത്തേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഇതിങ്ങനെ കഴിക്കാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അതവിടെ തിളയ്ക്കാനായിട്ട് വെച്ച് നമ്മളിത് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ അകത്തേക്ക് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് കക്ക അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് വേകാനായിട്ട് അവിടെ വയ്ക്കുക. അങ്ങനെ കുറച്ചൊന്ന് പാകമായി കഴിഞ്ഞാൽ പച്ചമൊന്ന് ഉപ്പൊക്കെ നോക്കട്ടെ. ഞാൻ അപ്പുറത്ത് നിന്ന് ബീട്രൂട്ട് അരിയുന്നുണ്ട്. അപ്പോൾ നേരെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കപ്പയും കൂടെ ഉണ്ടായിരുന്നു രാവിലത്തെ. അതിൻ്റെ അകത്തേക്ക് ഏട്ടനൊന്നെടുത്ത് കഴിച്ച് നോക്കാനായിട്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഒരു കോൾ വന്നുകൊണ്ട് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ രാവിലെ അതെടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് ആ വെള്ളമൊക്കെ പറ്റിച്ചെടുത്ത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. മറ്റൊരു